വീഡിയോയിലേക്ക് നമുക്ക് പോയാലോ? അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്നറിയാമോ? നമ്മളെല്ലാവരും കറികൾക്കൊക്കെ നമുക്ക് ഇഞ്ചി അത്യാവശ്യമാണ് അല്ലേ? അപ്പോൾ ഇഞ്ചി നമുക്ക് എളുപ്പത്തിൽ, അതായത് അധികം പോട്ടി മിക്സർ ഒന്നും ഇല്ലാതെ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്നൊരു പോട്ടി മിക്സർ തയ്യാറാക്കി നമുക്ക് ഇഞ്ചി നടാം കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ ഇഞ്ചി നടുന്നതെന്ന് കാണാം. അങ്ങനെ ഇഞ്ചി നടാൻ വേണ്ടിയിട്ടുണ്ടല്ലോ, ഞാനിവിടെ കുറച്ച് ഇഞ്ചി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇഞ്ചിയിൽ ഇതുപോലെ ഇങ്ങനെ പെട്ടെന്ന് മുള വരാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യുന്നതെന്ന് ഞാനൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് കയറി കാണുക. അപ്പോൾ നമ്മുടെ ഇഞ്ചിയിലൊക്കെ ഇതുപോലെ പെട്ടെന്ന് മുള വരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഇഞ്ചി നടുന്നതിന് മുന്നേ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഈ ഇഞ്ചിനെ ഉണ്ടല്ലോ ഇതുപോലെ ഇങ്ങനെ ചെറിയ ചെറിയ ഓരോ കഷ്ണങ്ങളാക്കിയിട്ട് ഇങ്ങനെ മുളയുള്ള ഭാഗം നോക്കിയിട്ട് ഇങ്ങനെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഇങ്ങനെ ഓരോ കഷ്ണങ്ങളാക്കി എടുക്കണം. അടുത്തായിട്ട് നമുക്ക് ഇഞ്ചി നടാൻ വേണ്ടിയിട്ട് വേണ്ടതുണ്ടല്ലോ, ഇതുപോലെ ഞാനൊരു പഴയ ചാക്ക് എടുത്തിട്ടുണ്ട്. നമുക്ക് ഇഞ്ചി നടാനൊക്കെ ആയിട്ടും അല്ലെങ്കിൽ പച്ചമുളക് നടാനൊക്കെ ആയിട്ട് നമുക്ക് പോട്ട് വേണമെന്നൊന്നും അങ്ങനെ നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഇതുപോലെ പഴയ ചാക്ക് അല്ലെങ്കിൽ ഗ്രോ ബാഗ് അങ്ങനെയൊക്കെ മതി കേട്ടോ നമുക്ക് ഇഞ്ചിയൊക്കെ നട്ട് പിടിപ്പിക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ ഈ ഒരു ചാക്കിൻ്റെ ഇതുപോലെ ഇങ്ങനെ ഒരു പകുതി കണ്ടിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതാട്ടോ നമ്മൾ പകുതി കണ്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വളരെ എളുപ്പത്തിലുള്ളൊരു പോട്ടി മിക്സറും കൂടെ തയ്യാറാക്കാം. ഈ ഒരു ചാക്കുണ്ടല്ലോ അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു ചാക്കായതുകൊണ്ട് നമുക്കിതിൽ ഒത്തിരി പോട്ടി മിക്സറോ കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കേണ്ടി വരില്ലേ. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് എളുപ്പത്തിന് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ഈ ഒരു ചാക്കിൻ്റെ അടിയിൽ ഇതുപോലെ കുറച്ച് ചകിരി അല്ലെങ്കിൽ ചിരട്ട ഒക്കെ നമ്മളൊരു കുറച്ചൊന്ന് വെച്ച് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ ഇങ്ങനെ കമിഴ്ത്തി വെച്ച് കൊടുക്കണം. ഓക്കെ, ഏകദേശം നമ്മുടെ ഈ ഒരു ചാക്ക് ഇപ്പോൾ ഇത് ഇത്രയും ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് പോട്ടി മിക്സർ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ചാക്കിൻ്റെ മുകൾ വശം ഉണ്ടല്ലോ, ഞാനിങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ മടക്കി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ലോണം ഒന്ന് ലെവലായി നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ പിന്നെ ആദ്യത്തെ ലെയർ ചകിരിയും ചിരട്ടയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് ഇതുപോലെ നമ്മുടെ പറമ്പിലൊക്കെ കിടക്കുന്ന കരിയില ഉണ്ടല്ലോ, കരിയില കുറച്ച് ഇതുപോലെ ഇട്ട് കൊടുക്കുക. കരിയില, ശീമക്കൊന്നിൻ്റെ ചപ്പ് അങ്ങനെയൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലൊരു പോട്ടി മിക്സർ തയ്യാറാക്കുമ്പോണ്ടല്ലോ നമുക്ക് അധികം ഭാരമൊന്നും ഇല്ലാതെ നമുക്കിങ്ങനെ എവിടെയും കൊണ്ട് എടുത്ത് വെക്കാനൊക്കെ ആയിട്ട് പറ്റും. ഇനി അടുത്തായിട്ട് നമുക്ക് നല്ലൊരു പോട്ടി മിക്സർ തയ്യാറാക്കാം കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ കുറച്ച് മണ്ണ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ മണ്ണിലേക്ക് ഒരു കുറച്ച് മണലും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇഞ്ചിയൊക്കെ നല്ലതുപോലെ ഉണ്ടാകാനായിട്ട് നമ്മൾ നല്ലോണം ചാണകപ്പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ. ചാണകപ്പൊടിയാണ് മെയിൻ സംഭവം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഒരു പോട്ടി മിക്സർ ഉണ്ടല്ലോ കുറേശ്ശെയായിട്ട് നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മളിങ്ങനെ കരിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് നല്ല മണ്ണിളക്കം കിട്ടും കേട്ടോ. അപ്പം അതുകൊണ്ട് നല്ലതുപോലെ ഇഞ്ചി വിത്ത് വളർന്ന് ഇഷ്ടം പോലെ ഇഞ്ചി നമുക്ക് ഉണ്ടായി കിട്ടും. അങ്ങനെ നമ്മൾ പോട്ടി മിക്സറൊക്കെ ഇട്ട് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്ത് കൊടുക്കേണ്ടത് ഇതുപോലെ നമ്മുടെ കൈ വെച്ചിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ ഓരോ കുഞ്ഞി കുഴികൾ ഉണ്ടാക്കിയെടുക്കുക. അത് ചാക്കിൽ നടാൻ പാകത്തിനനുസരിച്ച് കുഞ്ഞി കുഴിയാക്കി എടുക്കുക. ഇനി ഇതിലേക്ക് നമ്മുടെ ഇഞ്ചി വിത്തിൻ്റെ ഓരോ കഷ്ണം ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇതുപോലെ ഇങ്ങനെ നട്ടു കൊടുക്കുക കേട്ടോ. എന്നിട്ട് ജസ്റ്റ് ഈ മണ്ണ് തന്നെ ഇട്ട് ഇങ്ങനെ ഒന്ന് മൂടി കൊടുക്കുക. ഇനി അതിൻ്റെ മുകളിൽ നമുക്കൊരല്പം ചാണകപ്പൊടി കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഇഞ്ചി വിത്തിനെ മൊത്തത്തിൽ മൂടി കൊടുക്കുക. അതിനുശേഷം ഈ ഒരു കവറിൻ്റെ മുകൾ ഭാഗത്തും കൂടെ നമുക്ക് കുറച്ച് കരിയില വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഇഞ്ചി വിത്ത് നടുന്ന രീതി. അപ്പം ഇത് വളരെ സിമ്പിളാണ്. അത് മാത്രമല്ല ഒട്ടും വെയിറ്റ് ഇല്ല കേട്ടോ. കണ്ടോ, നമുക്ക് എവിടെ വേണമെങ്കിലും എടുത്തുകൊണ്ടേ നടക്കാം. എന്ന് വെച്ചാൽ ഇതിൽ വലിയ കാര്യമായിട്ട് പോട്ടി മിക്സർ ചേർന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എവിടെ വേണമെങ്കിലും എടുത്തുകൊണ്ട് നടക്കാം. ഇനി ഒന്ന് നനച്ച് കൊടുത്തിട്ട് നമുക്കൊരു ഒതുങ്ങിയ സ്ഥലത്ത് നോക്കിയിട്ട് എടുത്തു വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നമുക്ക് ഇഞ്ചിയൊക്കെ നല്ലോണം മുളച്ച് വരും. അപ്പോൾ ബാക്കി അപ്ഡേഷൻ ഞാൻ അന്നേരം കാണിച്ചു തരാം. ഇനി ഇഞ്ചി വിത്ത് നമുക്കൊന്ന് നനച്ച് കൊടുക്കാം. ഈ ചാക്കിനുണ്ടല്ലോ നമുക്കൊരു ചെറിയ ഹോൾ ഇട്ട് കൊടുക്കണേ. അപ്പോൾ നമുക്ക് ആദ്യം ഇട്ട് കൊടുക്കണമായിരുന്നു, പക്ഷെ അത് ഞാൻ ഓർത്തില്ല കേട്ടോ, മറന്നുപോയി. അപ്പോൾ അതുകൊണ്ട് നമുക്കിപ്പോൾ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അങ്ങനെ എല്ലാവർക്കും ഇഞ്ചിയൊക്കെ നടേണ്ട ഒരു സമയമായി കാണുമെന്ന് വിചാരിക്കുന്നു. എന്നാ വെച്ചാൽ ഇപ്പോൾ എല്ലായിടത്തും പുതുമഴയൊക്കെ അത്യാവശ്യം പെയ്തു തുടങ്ങിയിട്ടുണ്ടല്ലേ. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ ഇപ്പം ഒരു മഴ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ എല്ലാവരും ഇഞ്ചി നടുന്നതും കപ്പ നടുന്നത് കാച്ചിൽ നടുന്നതൊക്കെ എല്ലാത്തിൻ്റെ ഒരു തിരക്കിലാണ്. അപ്പോൾ എല്ലാവരും ഇഞ്ചിയൊക്കെ നടുന്നത് ഇതേ ഒരു ഐഡിയയിൽ എല്ലാവരും ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ കുറച്ചധികം ഗ്രോ ബാഗിലോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ചാക്ക് കാര്യങ്ങളൊക്കെ സംഘടിപ്പിച്ചിട്ട് നമ്മൾ ഇഞ്ചി വിത്ത് ഇങ്ങനെ നട്ടു കൊടുത്താൽ മതി.
അപ്പോൾ നമ്മുടെ കറികൾക്ക് ആവശ്യമായ ഇഞ്ചിയൊക്കെ നമുക്ക് സ്വന്തം ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇതുപോലെയൊക്കെയുള്ള നല്ല നല്ല അറിവുകളായിട്ട് നമുക്ക് വീണ്ടും വരാം കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ആണെങ്കിൽ നമ്മുടെ വീഡിയോ കാണുമ്പോൾ തന്നെ, തുടക്കത്തിൽ പറയേണ്ടതാണ് മറന്നുപോയി, അപ്പോൾ വീഡിയോ കാണുമ്പോൾ തന്നെ ലൈക്ക് കൊടുക്കാനായിട്ട് മറക്കണ്ട. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ. അപ്പോൾ ഇനി നല്ല വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരാം. ബൈ.